നമസ്കാരം. ഞാൻ ബിജുകുമാർ, ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം, കോട്ടയ്ക്കകം, തിരുവനന്തപുരം. നമുക്ക് 2025 ശനിമാറ്റം മാർച്ച് മാസം 29 ആണ്. അപ്പോൾ ഈ ശനിമാറ്റം ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉത്രാട നക്ഷത്രം 2 കൂറിലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ധനു കൂറിലുള്ളവർക്ക് നമുക്ക് കണ്ടകശനി പൂർണ്ണമായിട്ടും അനുഭവപ്പെടുന്ന സമയമാണ്. അപ്പോൾ കണ്ടകശനി ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം വരുന്ന കൂറുകാർക്ക് നമുക്ക് കണ്ടകശനി പൂർണ്ണമായിട്ടും അത് അനുഭവത്തിൽ വരികയാണ്. അപ്പോൾ ഉത്രാട നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, അതായത് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി 3-ാം ഭാവത്തിലാണ്. അപ്പോൾ 3-ാം ഭാവത്തിൽ ശനി ബലവാനാണ്. അപ്പോൾ നമ്മൾ പാദങ്ങൾ കണക്കാക്കിയിട്ടാണ്, കൂറ് കണക്കാക്കിയിട്ടാണ് നമുക്കതിൻ്റേതായിട്ടുള്ള ഒരു വാല്യൂവിൽ എടുക്കാൻ നമുക്ക് പറ്റുക. അപ്പോൾ നമുക്ക് ധനുക്കൂറിലെ ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗക്കാർ അവർക്ക് കണ്ടകശനി തന്നെയാണ്. അപ്പോൾ ആ കണ്ടകശനി സമയം 4-ാം ഭാവത്തിൽ നമുക്ക് തൊഴിൽ മേഖലകളിലൊക്കെ മാറ്റങ്ങൾക്കൊക്കെ ഉണ്ടാകുന്നെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനും, വിദേശ തൊഴിൽ തേടാനും, വിദേശത്ത് പഠിക്കാനും, യാത്രകളൊക്കെ നടത്താനും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയ കാലഘട്ടമാണ്. എന്നാൽ ഉത്രാട നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ മകരക്കൂറിൽ വരുന്ന പാദങ്ങൾ. അപ്പോൾ ഈ പാദങ്ങൾ മകരക്കൂറുകാർ, അവർക്ക് 3-ാം ഭാവത്തിലാണ് ശനി വരുന്നത്. അപ്പോൾ 3-ാം ഭാവത്തിൽ ശനി വരുന്നവർക്ക് വൻ വിജയങ്ങൾ സമ്മാനിക്കുന്ന ഒരു സമയ കാലഘട്ടമാണ്. ഇപ്പോൾ ഏതൊരു കാര്യത്തിനും തടസ്സങ്ങൾ മാറിവരും, വിജയമുണ്ടാകും, സഹോദര ഗുണമുണ്ടാകും, യാത്രാ ഗുണമുണ്ടാകും, ധനപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും, ഈശ്വരാധീനം പൂർണ്ണമായിട്ടും വർദ്ധിക്കും. നമുക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്ന, അതായത് ഈ മാർച്ച് മാസം 29-ാം തീയതി വരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി തടസ്സങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്ന ഒരു ദിനചര്യ, ഒരു ജീവിത രീതി നമുക്ക് തീർച്ചയായിട്ടും ഈ വരുന്ന ശനി മാറ്റത്തിൽ നമുക്ക് ഈ 2, 3, 4 പാദക്കാർക്ക്, ഉത്രാട നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദക്കാർക്ക് തീർച്ചയായിട്ടും നല്ലൊരു നേട്ടമുണ്ടാകുന്ന, നല്ല ഒരു വിജയമുണ്ടാകുന്ന, ജീവിതത്തിൽ നല്ലൊരു മാറ്റമുണ്ടാകുന്ന ഒരു സമയ കാലഘട്ടം തന്നെയായിരിക്കും.